ഞാൻ തുറന്നിക്കണം എന്തിനാ അറിയോ, ആ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ കെട്ടി കഴിഞ്ഞാൽ 2 കസ്റ്റമർ കയറിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇത് ജീവിച്ച് പോകണ്ടേ, ലൈസൻസ് ഉള്ള കടയല്ലേ ബ്രോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ യുവാക്കളല്ലേ. ഇപ്പം എന്തെല്ലാം വിളിച്ചു പോയി, ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റാണ്, ഓൻ്റെ ജാതി പേര് വരാൻ തല്ലി വർത്താനം പറയാനിടയിൽ അവള് വടങ്ങിട്ട് വന്ന് തല്ലിയത് ആൾക്കാർ വന്നിട്ട്. കാരണം നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കണേ, വീടിന്റെ അടവ് കൂടി അടക്കാതെ എന്റെ വണ്ടിയിൽ നിന്ന് CC കാർ കൊണ്ടിരിക്കണു അടക്കാറ്റ്. ഇവിടെ ജീവിക്കുന്ന 16ഓളം ആൾക്കാരുണ്ട്, ഇവരൊക്കെ ജീവിതം ഈ കടയിൽ നടക്കുന്നത്. നമ്മൾ നോക്കിയാൽ എല്ലാം പുറത്തു നിന്ന് ആൾക്കാരാണ്, അവരുടെ വിശ്വാസത്തല്ലേ ഈ കടയിൽ അവരുടെ വിശ്വാസം. ഇതുകൊണ്ട് പൂട്ടി കച്ചവടം ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ശമ്പളം കൊടുക്കുക, ഞങ്ങൾ വാടക എടുക്കുക, അടുത്ത മാസം 500 അടുപ്പിക്കൂലേ? ഈ അല്പസമയം മുൻപ് ഇവിടെ ഒരു സംഘർഷത്തിൽ തന്നെ ഒരു ജീവനക്കാരന് പരിക്കേറ്റിരുന്നു. അയാൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അല്ലേ? ഈ ഒരാൾക്ക് മാത്രമാണ് പരിക്കേറ്റത്. എന്തായിരുന്നു നേരത്തെ സംഭവിച്ചത്? ഇവർ നേരിട്ടെത്തി കടകൾ അടച്ച് പൂട്ടിക്കുകയായിരുന്നു. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആദ്യം വർത്താനം പറയാൻ വന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഇടയിൽ 4-5 ആൾക്കാർ വന്നിട്ട് എൻ്റെ ചിരിക്ക് തല്ലി, എൻ്റെ തലക്കല്ലി അവിടെ വേനിക്കുന്നുണ്ട്, എൻ്റെ തലമുക്ക്, എൻ്റെ നെഞ്ച് വേനക്കൊക്കെ ഉണ്ട്. ഒരാളെയൊക്കെ തല്ലണതിന് മിനിമം പരിധിയുണ്ട്, ഒരാൾ തല്ലണതിന് മിനിമം പരിധിയുണ്ട്. ഇത് 4-5 ആൾക്കാരൊക്കെ ഒരാൾ തല്ലണത് ആണത്തല്ല, പറഞ്ഞു തിരിക്കുക, അതല്ല, അതിനല്ല ആണത്തും. ഇത് 4 ആൾ വന്ന് ഒരാൾ തല്ലണതിലും അതല്ല ആണത്തം. അതുകൊണ്ട് വിഷമം കൊണ്ട് പറയാണ് ഇതൊക്കെ. ഞങ്ങൾ ഇന്ന് യോഗം വിളിച്ചിരുന്നു, അപ്പോൾ ആ സമയത്തും നിങ്ങൾ എന്തായിരുന്നു അവർക്ക് മുന്നിൽ വെച്ച ഉപാധി എന്തായിരുന്നു? ഞാൻ പറഞ്ഞതാ, പാർക്കിംഗ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് നമ്മൾ പരിഹാരം പറഞ്ഞു, ലഹരിക്ക് നമ്മൾ പരിഹാരം പറഞ്ഞു, നമുക്കൊരു 12 മണി വരെയെങ്കിൽ തരണം, എന്നാലും നമുക്ക് ഒത്തുപോകുള്ളൂ. ഞങ്ങൾ ഇതൊക്കെ അപേക്ഷിച്ച് പറഞ്ഞു നോക്കിയതാണ്. ഞാൻ വേണമെങ്കിൽ റെക്കോർഡിങ്സ് അയച്ചുതരാം. പക്ഷേ അതവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 10ക്ക് മേലെ തരില്ല, അതിന് ഔദാര്യമായിട്ട് കരുതിയാൽ മതി, അല്ലെങ്കിൽ പൂട്ടി പോയിക്കുമെന്ന് പറഞ്ഞു.